ഹൈദരാബാദിലെ തിരക്കേറിയ ഇടനാഴികൾക്കപ്പുറം മിയാപൂരിനടുത്തുള്ള ഹാഫീസ് പേട്ടിലേക്ക് കടക്കുമ്പോൾ ദൂരെ നിന്നുതന്നെ നമ്മുടെ കണ്ണിലുടക്കുന്നത് ആകാശത്തേക്ക് തലയുയർത്തി നിൽക്കുന്ന ഒരു കൂറ്റൻ വെള്ള ഗോപുരമാണ് കാൽവരി ടെമ്പിൾ. കേവലം ഒരു പ്രാർത്ഥനാലയം എന്നതിലുപരി ആധുനിക ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കെട്ടിടനിർമ്മാണ ശൈലിയുടെയും മാനവികതയുടെയും പ്രത്യാശയുടെയും വലിയൊരു അടയാളമായി ഈ ദൈവാലയം മാറിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യയിലെയും ഏഷ്യയിലെയും തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ സഭകളിൽ ഒന്നാണിത്. ഈ ദൈവാലയത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു വലിയ ദർശനത്തിന്റെ കഥയുണ്ട്. 2005-ൽ പ്രമുഖ സുവിശേഷ പ്രസംഗകനായ ഡോക്ടർ പി. സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വെറും 25 പേരുമായി ആരംഭിച്ച സഭയാണ് ഇന്ന് 4 ലക്ഷത്തിലധികം അംഗങ്ങളുള്ള മഹാസഭയായി വളർന്നു പന്തലിച്ചത്. ബൈബിളിലെ നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ യെരൂശലേമിന്റെ മതിൽ 52 ദിവസങ്ങൾ കൊണ്ട് പണിതുതീർത്ത ചരിത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വെറും 52 ദിവസങ്ങൾ കൊണ്ടാണ് ഈ കൂറ്റൻ പള്ളിയുടെ പ്രധാന ഘടന പണിതുയർത്തിയത് എന്നത് എഞ്ചിനീയറിംഗ് ലോകത്തെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വസ്തുതയാണ്. കാൽവരി ടെമ്പിളിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ നമ്മെ സ്വീകരിക്കുന്നത് അത്യാധുനിക സൗകര്യങ്ങളുള്ള കൂറ്റൻ ഹാളുകളാണ്. ഒരേസമയം 18,000 പേർക്ക് ഇരിക്കാവുന്ന മെയിൻ സാങ്ച്വറിയും 15,000 പേരെ ഉൾക്കൊള്ളുന്ന ബെത്ലഹേം ഹാളും ഉൾപ്പെടെ 3 ഹാളുകളിലായി ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ഞായറാഴ്ചയും ഇവിടെ ആരാധനയ്ക്കായി ഒത്തുചേരുന്നത്. പ്രാർത്ഥനകൾ തത്സമയം കാണിക്കുന്ന വലിയ LED സ്ക്രീനുകളും ലോകോത്തര നിലവാരത്തിലുള്ള ശബ്ദ സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഞായറാഴ്ചകളിൽ പുലർച്ചെ 6 മണിക്ക് ആരംഭിക്കുന്ന ആദ്യ തെലുങ്ക് ആരാധന മുതൽ രാത്രി 8 മണിക്ക് അവസാനിക്കുന്ന ഇംഗ്ലീഷ് ആരാധന വരെ 4 വ്യത്യസ്ത ഷിഫ്റ്റുകളിലായാണ് ഇവിടെ പ്രാർത്ഥനകൾ ക്രമീകരിച്ചിരിക്കുന്നത്. തിങ്ങിനിറയുന്ന ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകരും ആധുനിക ഡിജിറ്റൽ ആക്സസ് കാർഡ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ കാൽവരി ടെമ്പിളിനെ ജനഹൃദയങ്ങളോട് ചേർത്ത് നിർത്തുന്നത് അതിന്റെ ആത്മീയ അന്തരീക്ഷം മാത്രമല്ല, മറിച്ച് അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ്. പള്ളി കാമ്പസിനുള്ളിൽ തന്നെയുള്ള 200 ബെഡുകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. ജാതിമത ഭേദമന്യേ ഏവർക്കും ഇവിടെ ചികിത്സ ലഭ്യമാണ്. അതിലുപരിയായി ഞായറാഴ്ചകളിൽ ഇവിടെയെത്തുന്ന രോഗികൾക്ക് OP പരിശോധനയും മരുന്നുകളും പൂർണ്ണമായും സൗജന്യമാണ്. കൂടാതെ മുതിർന്ന പൗരന്മാർക്ക് ആഴ്ചയിലെ എല്ലാ ദിവസങ്ങളിലും സൗജന്യ മരുന്ന് വിതരണവും ഇവിടെ നടക്കുന്നുണ്ട്. ദൂരദേശങ്ങളിൽ നിന്നും പുലർച്ചെ തന്നെ വിശന്നു വലഞ്ഞെത്തുന്ന ലക്ഷക്കണക്കിന് ഭക്തർക്കായി പള്ളിയിൽ സൗജന്യ ഭക്ഷണ വിതരണവുമുണ്ട്. ഓരോ മാസവും 2 ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഭക്തരുടെ വകയായി ഇവിടെ സ്നേഹവിരുന്നൊരുക്കുന്നത്. മിതമായ നിരക്കിൽ ഭക്ഷണം നൽകുന്ന ഷാലോം എന്ന റെസ്റ്റോറന്റും ബൈബിൾ കോളേജും സ്കൂളുമെല്ലാം ഈ കാമ്പസിനെ ഒരു ചെറിയ നഗരം പോലെ സ്വയംപര്യാപ്തമാക്കുന്നു. ഹൈദരാബാദ് നഗരം സന്ദർശിക്കുന്ന ഏതൊരാളും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണിത്. മിയാപൂർ മെട്രോ സ്റ്റേഷനിൽ നിന്നും വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. പ്രവൃത്തി ദിനങ്ങളിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ പള്ളി ചുറ്റിക്കാണാൻ സാധിക്കുമെങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യർ ഒരേ മനസ്സോടെ പ്രാർത്ഥനാനിരരാകുന്ന അത്ഭുത കാഴ്ച കാണണമെങ്കിൽ ഒരു ഞായറാഴ്ച തന്നെ ഇവിടെ സന്ദർശിക്കണം. കാൽവരി ടെമ്പിൾ എന്നത് കേവലം ഒരു കെട്ടിടമല്ല, മറിച്ച് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും മനുഷ്യരെ ചേർത്തുനിർത്തലിന്റെയും ജീവസുറ്റ പ്രതിരൂപമാണ്. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.